നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ കനിവ് 108 ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. 2 സംസ്ഥാനങ്ങളിൽ ശിക്ഷാ നടപടി നേരിട്ട വിവരം മറച്ചുവെച്ചതിന് സാങ്കേതിക ടെൻഡർ പരിശോധനാ വേളയിൽ പുറത്താകേണ്ട കമ്പനിയെ രേഖകൾ പരിശോധിക്കാതെ സർക്കാർ ടെൻഡറിൽ പങ്കെടുപ്പിച്ചുവെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. സർക്കാർ 2019 ലഭിച്ച 250 കോടിയുടെ കമ്മീഷന്റെ ഉപകാരസ്മരണ കാണിച്ചതാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. കർണാടകയിൽ ആംബുലൻസ് സർവീസ് നടത്തിപ്പിന്റെ ടെൻഡറിന് വ്യാജരേഖകൾ സമർപ്പിച്ചതിന്റെ പേരിൽ ഈ കമ്പനിയെ 2 വർഷത്തേക്ക് ഡീബാർ ചെയ്ത രേഖകളും മേഘാലയയിൽ ഇവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്ത രേഖകളും ചെന്നിത്തല പുറത്തുവിട്ടു. ടെൻഡർ ചട്ടങ്ങൾ പ്രകാരം ഏതെങ്കിലും സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയ സ്ഥാപനങ്ങൾക്ക് കരാറിൽ പങ്കെടുക്കാൻ അർഹതയില്ല. EMRI ഗ്രീൻ ഹെൽത്ത് സർവീസസ് എന്ന സ്ഥാപനം വിലക്ക് നേരിടുന്നതാണെന്നും ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് അയോഗ്യരാണെന്നും സുപ്രധാന വിവരങ്ങൾ മറച്ചുവെച്ച് അധികൃതരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നുമുള്ള പരാതി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് നേരിട്ട് ലഭിച്ചിരുന്നതാണ്. വ്യാജരേഖകൾ സമർപ്പിച്ചതിന് കർണാടക സർക്കാർ 2 വർഷത്തേക്ക് വിലക്കിയ നടപടി മറച്ചുവെച്ചാണ് കമ്പനി ടെൻഡറിൽ പങ്കെടുത്തതെന്ന് പരാതിയിൽ പറയുന്നു. 2023 നവംബർ 21 മുതൽ 2025 നവംബർ 21 വരെയാണ് ഈ വിലക്ക് നിലവിലുള്ളത്. ഇതിനു പുറമെ പ്രവർത്തനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി മേഘാലയ സർക്കാർ 2022 ഓഗസ്റ്റിൽ കമ്പനിയുടെ 108 ആംബുലൻസ് പദ്ധതിയുടെ പ്രവർത്തനം റദ്ദാക്കിയിട്ടുള്ളതാണ്. 2010 രാജസ്ഥാനിൽ സമാനമായ കരാർ റദ്ദാക്കിയ കാര്യവും EMRI നൽകിയ രേഖകളിൽ മറച്ചുവെച്ചിരിക്കുകയാണെന്നും ചെന്നിത്തല പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ആദ്യത്തെ 5 വർഷത്തിന്റെ കാലാവധി 2024 മാർച്ചിൽ അവസാനിച്ചെങ്കിലും പുതിയ ഓർഡർ വിളിക്കാതെ ആ ഭീമമായ തുകയ്ക്ക് തന്നെ 1.25 വർഷം കൂടി സർക്കാർ അനധികൃതമായി കരാർ നീട്ടിക്കൊടുത്തു. ഇതിലും കോടികളുടെ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു.